വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് പോകുന്നത്. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ടൈം 10:41 ആയിട്ടുണ്ട്. 11 മണിക്കാവൂലേ? 11 മണിക്ക് വരുന്നതാണ് പറഞ്ഞത് വണ്ടി. അപ്പോൾ ഗൈസ് അമ്മയ്ക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റെഡിയാവല് കഴിഞ്ഞു, ഇനി ഇവരും കൂടി റെഡിയാവാണ്ട്. പിന്നെ ഗൈസ് അമ്മയ്ക്ക് പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഗൈസ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അമ്മ ഇവിടെ ചെറുതായി റെഡി ആവാനും കൂടി ഉണ്ട്. അപ്പോൾ റെഡി ആവുന്നുണ്ട്. ഞങ്ങളൊക്കെ റെഡി ആവൽ കഴിഞ്ഞു. അപ്പോൾ ഗൈസ് വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി 11 മണി പറഞ്ഞപ്പോൾ 11:30 വന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് അമ്മ ഇവിടെ വെള്ളം കുപ്പിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്, എയർപോർട്ടിലെത്തി. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയില്ലെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായില്ല, നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഫ്ലൈറ്റൊക്കെ എത്തിയിട്ടുണ്ട്, അച്ഛൻ വരുന്ന ഫ്ലൈറ്റൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വെള്ളമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് AC നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് തിളങ്ങുകയാണ്. പിന്നെ പുലർച്ചെ ടൈം ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഗൈസ് എയർപോർട്ടിൻ്റെ ആ ഭാഗത്ത് കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതേ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിയാണ് കേട്ടോ വരിക, അറൈവൽസ് എഴുതി കൊടുത്ത് കൂടെയാണ് അച്ഛൻ വരിക. പിന്നെ അതാ അമ്മയൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഗൈസ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് തിരക്കായ ആൾക്കാരൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അച്ഛൻ വന്ന ഫ്ലൈറ്റിൽ ആൾക്കാരൊക്കെ പറഞ്ഞു വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അച്ഛനും ഉണ്ട്, അവിടെ എവിടെയോ ഇതാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതേ ഗൈസ് അച്ഛൻ എത്തിയിട്ടുണ്ട്. അവിടെ അതേ ഒരു പോലത്തെ ഷർട്ട് ഇട്ടിട്ട് ഇതാ വരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് നമ്മളിവിടെ. അങ്ങോട്ട് കയറും കേട്ടോ. അപ്പോൾ ഗൈസ് അടുത്ത പരിപാടി പെട്ടി പൊട്ടിക്കാനാണ്. അപ്പോൾ ഞങ്ങളിവിടെ പെട്ടി പൊട്ടിക്കാതിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ കൊടകളാണ് കേട്ടോ, അമ്പർലയാണ്, അതാണെങ്കിൽ നീളിൽ. അപ്പോൾ പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് പൊട്ടിക്കേണ്ടത്, ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ പിസ്ത ബദാം, പിന്നെ ഒരു വെയ്ഫറിൻ്റെ പോലത്തെ സാധനം കേട്ടോ. പക്ഷേ അത് വെയ്ഫറല്ല, നട്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പോൾ അതുണ്ട് ആദ്യം തന്നെ. പിന്നെ അതേ അടുത്തതായിട്ടും ഒരു ഫാറോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു വെയ്ഫർ പോലത്തെ മിഠായിയാണ്. പിന്നെ ന്യൂട്ടല്ല ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, അത് ഒരു പച്ച കളറിലുള്ള ഉടക്കി വെച്ചു. അടുത്തത് കിക്കേറ്റ് ആണ്. അപ്പോൾ കിക്കേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ വേറൊരു ഫറോ എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. ഇത് നേരത്തെ കണ്ടത് നമ്മൾ ഹാസൽനട്ടിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ഇതാ പിസ്ത ഉണ്ട് 2 പാക്കറ്റ്. പിന്നെ ബദാം, പിന്നെ അത് വാൽനട്ടാണ് കേട്ടോ ഗൈസ്, അതെല്ലാവർക്കും അറിയുണ്ടാവും വാൽനട്ട്. പിന്നെ നമ്മുടെ ബദാം ഉണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ ബദാം 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 സെറ്റ് ഈത്തപ്പഴം ഉണ്ട്. അപ്പോൾ ഇതാ വേറൊരു സെറ്റും കൂടി ഉണ്ട് ഈത്തപ്പഴം. പിന്നെ ഗൈസ് ലോലിപോപ്പാണ്, ഇതിൻ്റെ ഉള്ളിൽ ചൂയിങ്കുള്ള ലോലിപോപ്പാണ് കേട്ടോ. പിന്നെ കിൻഡർ ബ്യൂണോ ഉണ്ട്, ഇതെൻ്റെ ഫേവറേറ്റ് മിഠായിയാണ്. അപ്പോൾ കിൻഡർ ബ്യൂണോ 2 പാക്കറ്റ്. പിന്നെ ഷേവിങ് ലോഷൻ ഉണ്ടാവുമല്ലോ അത്. പിന്നെ സഫാരി പറഞ്ഞിട്ടൊരു മിഠായി ഉണ്ടായിരുന്നു അത്. പിന്നെ കുറച്ച് ഡ്രസ്സാണ് കേട്ടോ, ബനിയൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ, അത്. പിന്നെ അതാ ലോക്കറിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള കുറച്ച് വേഫേഴ്സ് അല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മിഠായിയാണ്, അതുണ്ടായിരുന്നു ഒരു 3 എണ്ണം. പിന്നെ ഉള്ളതെന്താ, പിന്നെ സ്പ്രേ അല്ല കേട്ടോ, ഇത് നിവ്യയുടെ ഒരു സംഭവമാണ്. പിന്നെ ജ്വൽസിൻ്റെ മിഠായി ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് 2 സ്പ്രേ എടുത്തിട്ട് അമ്മി വയ്ക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഒരു ഗ്രീൻ സ്പ്രേയും പിന്നെ വേറെ സ്പ്രേയും. പിന്നെ ഒരു ജോൺസൻ്റെ ക്രീം ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് വാസലീൻ്റെ ഒരു ഹെയർ ലോഷനാണ്. പിന്നെ ഒരു ഫോഗിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുറേ ഡ്രസ്സുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അച്ഛൻ കുറേ ബനിയനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ ഒരു വാസലീൻ ഉണ്ട്, പെട്രോളിയം ജെല്ലി. പിന്നെ എനിക്കൊരു വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇത്.
പിന്നെ ഗൈസ് ഒരു എൻജോയൻഡറിൻ്റെ ബോഡി ലോഷൻ ഉണ്ട്. പിന്നെ ഇതേ മാംഗോ എന്ന ഫ്ലവറിൻ്റെ ടാങ്കും ഉണ്ട് കേട്ടോ. പിന്നെ ഗൈസ് വെറൈറ്റി ആയിട്ട് ഇതേ 2 സ്പ്രേകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഒരു ഷാമ്പു ഉണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയത്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കുറേ ബനിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് 2 ആൾക്കും ബനിയൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതാണ് എനിക്ക് വൈറ്റ്, അവൾക്ക് ബ്ലാക്കാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. സോ ബൈ ബൈ.